ക്ഷുരകൻ്റെ രണ്ടാമത്തെ സഹോദരൻ്റെ കഥ. അൽ ഹെഡർ എന്നു പേരായ എൻ്റെ രണ്ടാമത്തെ സഹോദരൻ ഒരു നാൾ കച്ചവട ആവശ്യത്തിനായി പോവുകയായിരുന്നു. വഴിയിൽ വെച്ച് ഒരു വൃദ്ധ അയാളോട് പറഞ്ഞു, നിന്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കും. നിനക്ക് ഒരു നല്ല വീടും കിട്ടും, സുന്ദരിയായ ഒരു പത്നിയെ കിട്ടും, എല്ലാ സുഖ സൗകര്യങ്ങളും ലഭിക്കും എൻ്റെ കൂടെ വന്നാൽ. ആ വിഡ്ഢി അവരെ അനുഗമിച്ചു. അതിമനോഹരമായ ഒരു വീട്ടിലേക്കാണ് വൃദ്ധ അവനെ കൊണ്ടുപോയത്. അവിടെ 4 സുന്ദരികളുണ്ടായിരുന്നു. അവർ കുയിൽ നാദത്തിൽ പാടുന്നുണ്ടായിരുന്നു. അതിലൊരുത്തി ഒരു പാത്രം വീഞ്ഞു കുടിച്ചു. ഒരു പാത്രം അവന് നീട്ടി. അവൻ വീഞ്ഞു കുടിച്ചു കഴിഞ്ഞതും കഴുത്തിൽ അടി കൊണ്ടതും ഒപ്പമായിരുന്നു. പരിഭവിച്ച് പുറത്തേക്കിറങ്ങിയ സഹോദരനെ വീണ്ടും ആ വൃദ്ധ സാന്ത്വനിപ്പിച്ച് അകത്ത് കയറ്റി. ഇങ്ങനെ 3 പ്രാവശ്യം വീഞ്ഞു കുടിക്കലും അടിയും നടന്നു. പുറത്തേക്ക് പോകാൻ തുനിയുമ്പോൾ, നിന്റെ ആഗ്രഹം ഉടനെ നടക്കും, കുറച്ചുകൂടി ക്ഷമിക്കണം എന്ന് പറഞ്ഞ് വീണ്ടും വിളിക്കും. അവസാനം വൃദ്ധ പറഞ്ഞു, നീ വൃത്തികെട്ട താടിയെല്ലാം വടിച്ച് വെടിപ്പാക്കണം. എന്തുകൊണ്ടെന്നാൽ യജമാനത്തി നിന്നിൽ ഭ്രമിച്ചിരിക്കുന്നു. താടി രോഗം അവളുടെ മുഖത്ത് ഉരസാതിരിക്കണമല്ലോ. എന്തിനു പറയുന്നു? അവർ സഹോദരൻ്റെ താടിയും പുരികവും എല്ലാം വടിച്ച് മുഖത്ത് കുറെ ചുവന്ന ചായവും തേച്ചു. ആകെ ഒരു പിശാചിൻ്റെ രൂപത്തിലാക്കി. എന്നിട്ട് ആ ഹാളിലുണ്ടായിരുന്ന സകല സാധനങ്ങളും അയാളുടെ മുഖത്തും ദേഹത്തും വലിച്ചെറിഞ്ഞു. അടിയും ഇടയ്ക്കിടെ കൊടുത്തിരുന്നു. അവശനായി പുറത്തേക്കോടിയ സഹോദരൻ അവസാനം അങ്ങാടിത്തെരുവിലാണ് എത്തിയത്. അവിടെയുള്ളവർ ഈ രൂപം കണ്ട് ആർത്തു വിളിച്ച് കഴുതപ്പുറത്ത് കയറ്റി ന്യായാധിപൻ്റെ അടുത്ത് കൊണ്ടുചെന്നു. വാലിയുടെ വകയായി വീണ്ടും കുറേ അടി കൊണ്ടു. അവസാനം ഞാൻ പോയി കൂട്ടിക്കൊണ്ടുവന്നു. എന്തു പറയുന്നു എൻ്റെ സ്വഭാവ മഹിമയെക്കുറിച്ച്? മൂന്നാമൻ്റെ കഥ. അന്ധനായ മൂന്നാമത്തെ സഹോദരൻ്റെ പേര് ബാക്ക് എന്നാണ്. അവൻ ഒരു ദിവസം വല്ലതും ഇരന്നു വാങ്ങാനായി ഒരാളുടെ വാതിൽക്കൽ ചെന്നു മുട്ടി. അയാൾ ഉദാരനായിരിക്കുമെന്നാണ് കരുതിയത്. വീട്ടുകാരൻ മുകളിലായിരുന്നു. ആരാണ് വാതിൽക്കൽ തട്ടുന്നതെന്ന് ചോദിച്ചിട്ട് വീട്ടുടമ മിണ്ടാതിരുന്നു. തപ്പിത്തടഞ്ഞ് മുകളിലെത്തിയ എൻ്റെ അന്ധ സഹോദരനോട് അയാൾ നിർദ്ദയമായി പെരുമാറി. ഒന്നും കൊടുക്കാതെ ഇറക്കി വിട്ടു. പാവം, അവൻ തപ്പിത്തടഞ്ഞ് താഴെ എത്തി. അവിടെ അവൻ്റെ അന്ധന്മാരായ 2 കൂട്ടുകാർ കാത്തു നിന്നിരുന്നു. 3 പേരും കൂടി ഒരു സ്ഥലത്ത് അവരുടെ സമ്പാദ്യം കൂട്ടിവെച്ചിരുന്നു. അതിലൊരു ഭാഗം എൻ്റെ സഹോദരൻ്റെ ആവശ്യത്തിന് എടുക്കാമെന്ന് അവർ തീരുമാനിച്ചു. ഈ സമയം മുഴുവൻ അവരുടെ സംഭാഷണം കേട്ടുകൊണ്ടിരുന്ന ആ വീട്ടുടമസ്ഥൻ അവരറിയാതെ പിന്തുടർന്നിരുന്നു. അയാൾ അവരുടെ കൂടെ ആ സമ്പാദ്യം വെച്ചിരുന്ന മുറിയിലും കടന്നുകൂടി. അവർ പണം എണ്ണി. 10,000 വെള്ളിയിൽ കൂടുതലുണ്ടായിരുന്നു. 10,000 വെള്ളി അവർ ഭൂമിക്കടിയിൽ കുഴിച്ചിട്ടു. കൂടുതലുള്ളത് അവർ പങ്കിട്ടെടുത്തു. പിന്നീട് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും എൻ്റെ സഹോദരന് ഒരു അപരിചിതൻ അടുത്തുണ്ടെന്ന് തോന്നി. അവർ അയാളെ തപ്പിപ്പിടിച്ചടിച്ചു. കള്ളൻ, കള്ളൻ എന്ന് ബഹളം കൂട്ടി. ആളുകൾ കൂടിയപ്പോൾ അപരിചിതനും കുരുടനെ പോലെ അഭിനയിച്ചു. അവർക്കാർക്കും സംസാരിക്കാൻ ഇട കിട്ടിയില്ല. അതിനു മുമ്പ് തന്നെ അവരെയും അപരിചിതനെയും ആളുകൾ ന്യായാധിപൻ്റെ മുൻപിലെത്തിച്ചു. അപ്പോൾ അപരിചിതൻ പറഞ്ഞു, ഞങ്ങൾക്ക് ചുട്ട പ്രഹരം തന്നു നോക്കൂ, അപ്പോൾ ഞങ്ങളുടെ രഹസ്യം പുറത്താവും. ന്യായപാലകൻ ആദ്യം അയാളെ തന്നെ പിടികൂടി. കുറേ അടി കിട്ടിയപ്പോൾ അയാൾ ഒരു കണ്ണ് തുറന്നു. ന്യായാധിപന് അത്ഭുതമായി. കുറേ കൂടി അടിച്ചപ്പോൾ മറ്റേ കണ്ണും തുറന്നു. അപ്പോൾ ആ നുണയൻ പറഞ്ഞു, ഞങ്ങൾ 4 പേരും കള്ളന്മാരാണ്, അന്ധത അഭിനയിക്കുന്നവരാണ്. ഞങ്ങൾ കവർച്ച ചെയ്ത് 10,000 വെള്ളി സമ്പാദിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ ഭാഗമായ 2,500 വെള്ളി ചോദിച്ചപ്പോൾ അവരെന്നെ തല്ലിച്ചതച്ചു. അവിടുന്ന് തന്നെ എൻ്റെ ഭാഗം മേടിച്ചു തരണം. ന്യായാധിപൻ അത് വിശ്വസിച്ചു. മറ്റു 3 കുരുടന്മാരെയും പിടിച്ച് തല്ലാൻ തുടങ്ങി.
അവർക്കുണ്ടോ കണ്ണു തുറക്കാൻ പറ്റുന്നു? എത്ര അടിച്ചിട്ടും കണ്ണ് തുറക്കാതിരുന്നപ്പോൾ ന്യായാധിപൻ ആളെ പറഞ്ഞയച്ച് കുടിലിൽ നിന്നും പണം വരുത്തി അപരിചിതന് അവൻ്റെ ഭാഗം കൊടുത്ത് 3 പേരെയും അടിച്ചു പുറത്താക്കി. ഞാൻ ആ പാവം സഹോദരനെയും കൂടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ എൻ്റെ സ്വഭാവശുദ്ധിയെക്കുറിച്ച് എന്തു പറയുന്നു? 4-ാമൻ്റെ കഥ. ഒറ്റക്കണ്ണനായ 4-ാമത്തെ സഹോദരൻ ഒരു മാംസവിൽപ്പനക്കാരനായിരുന്നു. അയാൾ മാംസം വിറ്റ് ധാരാളം പണം സമ്പാദിച്ചിരുന്നു. ഒരു ദിവസം ഒരു വയസ്സൻ ചെന്ന് കുറേ മാംസം മേടിച്ചു. അയാൾ കൊടുത്ത നാണയങ്ങൾക്ക് മറ്റു നാണയങ്ങളെക്കാൾ തിളക്കമുണ്ടായിരുന്നു. സഹോദരൻ അത് പ്രത്യേകം സൂക്ഷിച്ചു വെച്ചു. ഇങ്ങനെ 4-5 പ്രാവശ്യം അയാൾ മാംസം മേടിച്ചു. ഒരു ദിവസം എല്ലാ പണവും കൊടുത്ത് ആടിനെ മേടിക്കാൻ നിശ്ചയിച്ച് സഹോദരൻ മേശ തുറന്നു നോക്കിയപ്പോൾ ആ നാണയങ്ങൾ വെറും വെള്ള കടലാസ് കഷ്ണങ്ങളായി മാറിയിരിക്കുന്നതാണ് കണ്ടത്. അവൻ നെഞ്ചത്തടിച്ച് കരയാൻ തുടങ്ങി. ആളുകൾ ഓടിക്കൂടി തൽക്കാലം സമാധാനിപ്പിച്ചു. ഒരു ദിവസം വീണ്ടും ആ വൃദ്ധൻ പീടികയിലെത്തി. എൻ്റെ സഹോദരൻ അയാളെ പിടിച്ചു നിർത്തി. ആളുകളെ വിളിച്ചു കൂട്ടുമെന്ന് പറഞ്ഞപ്പോൾ വയസ്സൻ പറഞ്ഞു, ആളുകളെ വിളിച്ചു കൂട്ടിയാൽ നിനക്കാണ് ശിക്ഷ കിട്ടുക. വൃദ്ധൻ കളിപ്പിക്കുകയാണെന്ന് വിചാരിച്ച് സഹോദരൻ ബഹളം കൂട്ടി. ഓടിക്കൂടിയ ആളുകൾക്ക് ഭയവും അത്ഭുതവും ഉളവാക്കുന്ന കാഴ്ച കാണാൻ കഴിഞ്ഞു. കൊന്ന ആടിനെയും പശുവിനെയും ഒക്കെ കെട്ടിത്തൂക്കിയിരുന്നിടത്ത് മനുഷ്യരൂപങ്ങളാണ് കാണുന്നത്. അവരെല്ലാവരും കൂടി എൻ്റെ സഹോദരനെ പിടിച്ച് തല്ലാൻ തുടങ്ങി. ആളെ കൊല്ലിയെ വെറുതെ വിടുമോ? കാര്യം ന്യായാധിപൻ്റെ മുൻപിലെത്തി. അദ്ദേഹം സഹോദരൻ്റെ സകല സ്വത്തും പിടിച്ചെടുത്ത് അവനെ തല്ലിച്ചതച്ചു വിട്ടു. പാവം അവശനായി അലഞ്ഞു നടന്നു. ഒടുവിൽ ഒരു നഗരത്തിലെത്തി. ഒരു ചെരുപ്പ് കുത്തിയായി ജോലി നോക്കി. ഒരു ദിവസം കഷ്ടകാലത്തിന് രാജാവും പരിവാരങ്ങളും ആ വഴി നായാട്ടിന് വന്നു. അവരെ കാണാനായി ഓടിയെത്തിയ സഹോദരനെ കണ്ട് രാജാവ് ക്ഷുഭിതനായി. അവനെ കഠിനമായി മർദ്ദിച്ചു. കാരണം എന്താണെന്നറിയാമോ? ഒറ്റക്കണ്ണനെ കാണുന്നത് അപശകുനമാണ്. രാജാവ് അത് പൊറുക്കുമോ? ജീവനും കൊണ്ട് ഓടിപ്പോയ സഹോദരൻ തൻ്റെ അലച്ചിലിനിടയിൽ ഒരു വാതിൽക്കൽ ചെന്നു പറ്റി. വാതിലിൽ തൊട്ടപ്പോഴേക്കും തുറന്നു. അകത്ത് പ്രവേശിച്ച അവനെ 2 ആളുകൾ കൂടി അടിച്ചവശനാക്കി. നീയാണ് ഞങ്ങളെ ഉപദ്രവിക്കാൻ ഒരു കൂട്ടി നടക്കുന്നവൻ അല്ലേ? എൻ്റെ യജമാനൻ നിന്നെ നശിപ്പിച്ചെന്ന് പറഞ്ഞ് നീ യജമാനനെ കൊല്ലാൻ കത്തിയും കൊണ്ട് നടക്കുകയല്ലേ? കഷ്ടകാലത്തിന് അവൻ്റെ പോക്കറ്റിൽ ചെരുപ്പുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന കത്തി ഉണ്ടായിരുന്നു. ദേഹത്തുണ്ടായിരുന്ന അടിയുടെ പാടുകൾ അവൻ തെമ്മാടിയാണെന്ന് കരുതുവാൻ നല്ല തെളിവുമായിരുന്നു. കേസ് അവിടുത്തെ ന്യായാധിപൻ്റെ മുമ്പിലെത്തി. അവിടെയും പ്രഹരം കിട്ടി. വിവരമറിഞ്ഞ് ഞാൻ പാവത്തിനെ കൂട്ടിക്കൊണ്ടു വന്നു. അവനിപ്പോൾ എൻ്റെ കൂടെയുണ്ട്. 5-ാമൻ്റെ കഥ. എൻ്റെ 5-ാമത്തെ സഹോദരന് ചെവി കേൾക്കില്ല. അയാൾ രാത്രി ഭിക്ഷ യാചിച്ച് നടക്കും. കിട്ടിയത് കൊണ്ട് പകൽ ആഹാരം കഴിക്കും. അങ്ങനെയാണ് ജീവിച്ചിരുന്നത്. അതിനിടയിൽ ഞങ്ങളുടെ ചേട്ടൻ മരിച്ചു. 100 വെള്ളി വീതം ഞങ്ങൾക്ക് കിട്ടി. ചേട്ടൻ തൻ്റെ ഓഹരി കൊണ്ട് കുറേ കുപ്പി സാമാനങ്ങൾ മേടിച്ചു. അത് ഒരു വലിയ താലത്തിൽ വെച്ച് ഒരു സ്ഥലത്ത് ചാരിയിരുന്ന് മനോരാജ്യത്തിൽ മുഴുകി. ഞാനിത് വിൽക്കും 200 വെള്ളിക്ക്. പിന്നെയും കുപ്പി സാമാനങ്ങൾ വാങ്ങും. 400 വെള്ളിക്ക് വിൽക്കും. അങ്ങനെ വാങ്ങിയും വിറ്റും അവസാനം വൈരക്കല്ലുകളും മറ്റും വാങ്ങാൻ തുടങ്ങും. പിന്നെ ഞാനൊരു നല്ല വീട് വയ്ക്കും. നിറയെ വേലക്കാർ, നല്ല കുതിര, നല്ല ഭക്ഷണ സാധനങ്ങൾ, ഗായികമാർ, എല്ലാ സൗകര്യങ്ങളും സമ്പാദിക്കും. എന്നിട്ട് മന്ത്രിയുടെ അതിസുന്ദരിയായ മകളെ വിവാഹം കഴിക്കും. അവൾക്ക് സ്ത്രീധനമായി 10,000 സ്വർണം കൊടുക്കും. മന്ത്രി സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ അയാളോട് തമ്മിൽ തല്ലി അവളെ കൊണ്ടുപോരും. പിന്നെ 10 ഷണ്ഡന്മാരെ വാങ്ങിക്കും. പിന്നെ എൻ്റെ കുതിരയുടെ കടിഞ്ഞാണിന്മേൽ രാജാക്കന്മാർ ചെയ്യാറുള്ളത് പോലെ വൈരവും മുത്തും പിടിപ്പിക്കും. കുതിരപ്പുറത്ത് കയറി അനേകം വേലക്കാരുടെ അകമ്പടിയോടെ സവാരി ചെയ്യും.
ആളുകൾ എന്നെ കണ്ടാൽ വണങ്ങും. അങ്ങനെ മന്ത്രിയുടെ വീട്ടിലെത്തുന്ന മരുമകനായ എന്നെ മന്ത്രി ഹാർദമായി സ്വീകരിക്കും. എന്നിട്ട് ഞാൻ ആ സ്ത്രീധനം അയാളുടെ മുൻപിൽ വയ്ക്കും. മന്ത്രി 10 വാക്ക് ചോദിച്ചാൽ ഞാൻ 2 വാക്ക് മറുപടി പറയും. എൻ്റെ അന്തസ്സ് എനിക്ക് പാലിക്കണ്ടേ? മന്ത്രിയുടെ വേലക്കാരാരെങ്കിലും എൻ്റെ വീട്ടിൽ വന്നാൽ ഞാൻ നല്ല വസ്ത്രം സമ്മാനിക്കും. ഞാൻ അവരുടെ സമ്മാനങ്ങളൊന്നും സ്വീകരിക്കുകയുമില്ല. രാത്രി എൻ്റെ മുൻപിൽ സർവാഭരണ വിഭൂഷിതയായി വന്നു നിൽക്കുന്ന എൻ്റെ പത്നിയുടെ അടുക്കൽ പോലും ഞാൻ വളരെ സംയമനപൂർവമേ പെരുമാറൂ. കുറച്ചു നേരം എൻ്റെ മുമ്പിൽ നിന്നാൽ ഒന്ന് നോക്കും. അല്ലെങ്കിൽ അവൾക്ക് വേദന തോന്നുമല്ലോ. ഒടുവിൽ അവളുടെ അമ്മ തന്നെ വന്നു പറയും, എൻ്റെ മോനല്ലേ, അവൾ എത്ര നേരമായി നിൽക്കുന്നു, അവളോട് ദയാപൂർവം പെരുമാറൂ. അവളുടെ ദാസിമാരെയെല്ലാം ഞാൻ ധാരാളം സ്വർണം സമ്മാനിച്ചയക്കും. ഒടുവിൽ അവൾ തന്നെ ഒരു പാത്രം വീഞ്ഞുമായി വന്ന് എന്നോട് പറയും, ഞാൻ അങ്ങയുടെ വേലക്കാരിയാണ്, ഈ ദാസി തരുന്ന വീഞ്ഞു കുടിക്കൂ. ഞാൻ അവളുടെ കൈ തട്ടും, കാലുകൊണ്ട് ചവിട്ടും. പെട്ടെന്ന് അവൻ ആഞ്ഞൊരു ചവിട്ട് ചവിട്ടി. ചവിട്ടുകൊണ്ടത് കുപ്പിപ്പാത്രങ്ങളിലായിരുന്നു. സകല സാമാനങ്ങളും ഉടഞ്ഞു തകർന്നു. എൻ്റെ സഹോദരൻ അന്തം വിട്ട് കരയാൻ തുടങ്ങി. വെള്ളിയാഴ്ചയായിരുന്നതിനാൽ ആളുകൾ പ്രാർത്ഥനയ്ക്ക് പള്ളിയിലേക്ക് പോവുകയായിരുന്നു. പലരും അവനെ അനുകമ്പയോടെ നോക്കി. അത്യധികം വിലപിടിച്ച ആഭരണങ്ങളും വസ്ത്രങ്ങളും അണിഞ്ഞ് അനേകം വേലക്കാരുടെ അകമ്പടിയോടെ ഒരു സുന്ദരിയും വന്നിരുന്നു. അവൾക്ക് അവനിൽ അനുകമ്പ തോന്നി. അവൾ അവന് കൊടുക്കാൻ പറഞ്ഞ് വേലക്കാരനെ വിളിച്ച് ഒരു പണക്കിഴി സമ്മാനിച്ചു. അതിൽ 500 സ്വർണ്ണ നാണയങ്ങൾ ഉണ്ടായിരുന്നു. സഹോദരൻ സന്തോഷത്തോടെ ധനികനായി വീട്ടിലേക്ക് മടങ്ങി. വീട്ടുവാതിൽക്കൽ ഒരു വൃദ്ധ കാത്തു നിന്നിരുന്നു. അവൾ ഉള്ളിൽ കയറിയിരുന്ന് പ്രാർത്ഥിക്കാൻ അനുവാദം ചോദിച്ചു. സഹോദരൻ സമ്മതിച്ചു. പ്രാർത്ഥന കഴിഞ്ഞ് പുറത്തേക്ക് പോകാൻ തുടങ്ങിയ അവർക്ക് അവൻ 2 പവൻ സമ്മാനിച്ചു. ഉടനെ വൃദ്ധ പറഞ്ഞു, ഈ പവൻ സമ്മാനിച്ച സ്ത്രീ നിന്നിൽ അനുരക്തയാണ്. അവർക്കൊരു ഭർത്താവ് ഉള്ളതുകൊണ്ട് മിണ്ടാതിരുന്നതാണ്. ഈ പവനും കൊണ്ട് നമുക്ക് അവരുടെ അടുത്ത് പോവാം. അവൾ എന്ത് വേണമെങ്കിലും നിനക്ക് തരും. നിങ്ങളെപ്പോലുള്ള ഒരു യാചകനെ അവൾ പ്രേമിച്ചതാണ് എനിക്ക് അത്ഭുതം. പാവം സഹോദരൻ അവളെ വിശ്വസിച്ച് കൂടെ പോയി. പടിക്കലെത്തിയ സഹോദരനെ ഒരു സുന്ദരി വന്ന് കൂട്ടിക്കൊണ്ടുപോയി വീടിനകത്ത് കയറി പവൻ മേശപ്പുറത്ത് വെച്ചപ്പോഴേക്കും മറ്റൊരു അതിസുന്ദരി കൂടി വന്നെത്തി. അവൾ സഹോദരൻ്റെ കൈ പിടിച്ച് മറ്റൊരു മുറിയിലേക്ക് കൊണ്ടുപോയി. രാക്ഷസനെ പോലുള്ള ഒരു കറുത്ത അടിമ നീട്ടിപ്പിടിച്ച വാളുമായി രംഗത്തെത്തുന്നതാണ് അവൻ കണ്ടത്. അടിമ സഹോദരനെ പ്രഹരിക്കാൻ തുടങ്ങി. അവൻ പിടഞ്ഞ് നിലവിളിച്ചു. ഒരുവൾ ശരീരത്തിലെ മുറിവുകളിൽ ഉപ്പ് പുരട്ടി. നീറ്റൽ സഹിച്ച് അവൻ ചത്ത പോലെ അനങ്ങാതെ കിടന്നു. അപ്പോഴേക്കും ആ വൃദ്ധ വന്ന് കാലു പിടിച്ചു. വലിച്ച് അവനെ ഇരുട്ടുമുറിയിൽ തള്ളി. അവിടെ അവൻ 2 ദിവസം കഴിച്ചു. ഉപ്പിൻ്റെ ശക്തി കൊണ്ടോ എന്തോ മുറിവ് വേഗം കരിഞ്ഞു. ആ മുറിക്കുള്ളിലെ ജാലകത്തിലൂടെ അവൻ രക്ഷപ്പെട്ടു. വൃദ്ധ ഇങ്ങനെ പലരെയും ചതിക്കുന്നത് എൻ്റെ സഹോദരൻ കാണാറുണ്ട്. പക്ഷേ അയാൾ ഒന്നും മിണ്ടാറില്ല. ആരോഗ്യം തിരിച്ചു കിട്ടിയപ്പോൾ മടിയിൽ കുറേ കുപ്പിക്കഷ്ണങ്ങൾ പൊതിഞ്ഞു വെച്ച് അവൻ ഒരു വിദേശിയുടെ മാതിരി വേഷം ധരിച്ച് വൃദ്ധയുടെ മുമ്പിലെത്തി. അരയിൽ വാളും കരുതിയിരുന്നു. 900 പവൻ തൂക്കിയെടുക്കാൻ ഒരു ത്രാസുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടാണ് വൃദ്ധയെ സമീപിച്ചത്. സന്തുഷ്ടയായ വൃദ്ധ അയാളെ പഴയ ഇടത്തേക്ക് തന്നെ കൂട്ടിക്കൊണ്ടുപോയി. പഴയ പോലെ അടിമ വന്നപ്പോൾ സഹോദരൻ വാളെടുത്ത് അയാളെ വെട്ടിക്കൊന്നു. ഉപ്പ് തേക്കാൻ വന്നവളെയും തള്ളയെയും വെട്ടി നുറുക്കി. പിന്നെ ശേഷിച്ചത് ആ സുന്ദരി മാത്രം. അവൾ പറഞ്ഞു, അവളെയും ആ വൃദ്ധ ചതിച്ച് അവിടെ എത്തിച്ചതാണെന്ന്. അവിടെയുള്ള പണമൊക്കെ എടുത്തുകൊണ്ടുപോയി രക്ഷപ്പെടാമെന്ന് അവൾ പറഞ്ഞു. അത് സമ്മതിച്ച് പുറത്തുപോയി വണ്ടിയും വിളിച്ചു ചെന്ന സഹോദരൻ കണ്ടത് ഒഴിഞ്ഞ വീടാണ്. കുറച്ച് പണം അവിടെ തന്നെ കിടന്നിരുന്നു. അതെല്ലാം പെറുക്കിയെടുത്ത് വീട്ടിലെത്തി. പിറ്റേ ദിവസം രാവിലെ കണി കണ്ടത് ന്യായാധിപൻ്റെ ആളുകളെയാണ്. ന്യായാധിപനോട് കഥകൾ പറഞ്ഞപ്പോൾ
പണത്തിലൊരു ഭാഗം വാങ്ങി അയാൾ സഹോദരനെ വെറുതെ വിട്ടു. പക്ഷേ ആ നാട്ടിൽ നിന്ന് ഓടിക്കൊള്ളണമെന്നായിരുന്നു കൽപ്പന. ഇല്ലെങ്കിൽ രാജാവ് അറിഞ്ഞാലോ? വഴിക്ക് വെച്ച് കുറേ കള്ളന്മാർ ആ പണവും തട്ടിയെടുത്തു. പാവത്തിൻ്റെ ചെവികളും മുറിച്ചു. ഇപ്പോൾ അവനും എൻ്റെ കൂടെയാണ് താമസം. ആറാമൻ്റെ കഥ. ഇനി അവസാനത്തെ സഹോദരൻ്റെ കഥ. അയാൾ വളരെ ദരിദ്രനായിരുന്നു. ഒരു ദിവസം വിശന്നു വലഞ്ഞു നടക്കുമ്പോൾ ഒരു കവാടത്തിന് മുമ്പിലെത്തി. അവിടെ കാവൽ നിന്നിരുന്നവർ അയാളെ അകത്തേക്ക് വിട്ടു. മനോഹരമായ ഒരു മണിമാളികയായിരുന്നു അത്. അവിടെ മാന്യനായ ഒരു യുവാവ് ഇരുന്നിരുന്നു. അയാൾ അതിസുന്ദരനായിരുന്നു. അയാളോട് അവൻ വസ്ത്രം ചോദിച്ചു. ഉടനെ ആ ഉദാരൻ നല്ല വസ്ത്രം നൽകി. ഭക്ഷണം ചോദിച്ചപ്പോൾ ഭക്ഷണം കൊണ്ടുവരുവാൻ ഏർപ്പാട് ചെയ്തു. പക്ഷേ ഭക്ഷണം കൊടുത്തത് വിചിത്രമായ ഒരു രീതിയിലായിരുന്നു. അയാൾ അവിടെ ഇരുന്ന് കൽപ്പിക്കും, കൈ കഴുകാൻ വെള്ളം കൊണ്ടുവരൂ. കുറേ വേലക്കാർ വെള്ളം കൊണ്ടുവരുന്നതായി നടിക്കും. അയാൾ കൈ കഴുകുന്നത് പോലെ കാണിക്കും. എൻ്റെ സഹോദരനും അതുപോലെയെല്ലാം അഭിനയിച്ചു. അങ്ങനെ വിശിഷ്ടമായ പല സാധനങ്ങളും വരുത്തുന്നതായി അഭിനയിച്ചു. എൻ്റെ സഹോദരന് ആംഗ്യം കൊണ്ട് ഭക്ഷണം കഴിച്ച് വിശപ്പടക്കേണ്ടി വന്നു. സഹോദരന് ദേഷ്യം വന്നു തുടങ്ങി. ഇയാളെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് തന്നെ മനസ്സിൽ കരുതി. ആതിഥേയൻ വീഞ്ഞു വരുത്തി. വീഞ്ഞ് കൊണ്ടുവന്നതും മുമ്പത്തെ പോലെ തന്നെ. എൻ്റെ സഹോദരൻ വീഞ്ഞു കുടിച്ച് മത്തനായതുപോലെ അഭിനയിച്ച് ആതിഥേയന് നല്ല പ്രഹരം നൽകി. എന്താണ് നിങ്ങൾ കാണിക്കുന്നത് എന്നായി ആ മനുഷ്യൻ. ഉടനെ സഹോദരൻ പറഞ്ഞു, വീഞ്ഞു കുടിച്ച് ബോധമില്ലാതെ ചെയ്തതാണ്. ആ മാന്യൻ സഹോദരൻ്റെ ബുദ്ധിസാമർഥ്യം കണ്ട് സന്തോഷിച്ചു. അദ്ദേഹം മരിക്കുന്നത് വരെ സഹോദരനെ കൂടെ താമസിപ്പിച്ചു. മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വത്ത് സുൽത്താൻ കണ്ടുകെട്ടി. ഒഴിഞ്ഞ കൈയുമായി എൻ്റെ സഹോദരൻ തെരുവിലിറങ്ങി. വഴിയിൽ വെച്ച് കുറേ അക്രമികൾ വന്ന് അവനെ പിടിച്ചു കൊണ്ടുപോയി. അവർക്ക് നൽകാൻ കയ്യിലൊന്നുമില്ലായിരുന്നു. അവർ എൻ്റെ സഹോദരൻ്റെ ചുണ്ടുകൾ മുറിച്ചു. എന്നാൽ കൂട്ടത്തിൽ ഒരുവൻ്റെ ഭാര്യയ്ക്ക് എൻ്റെ സഹോദരനിൽ അനുകമ്പയും സ്നേഹവും തോന്നി. ഒരു ദിവസം എൻ്റെ സഹോദരൻ അവളോട് ചേർന്നിരിക്കുന്നത് കണ്ട് ക്രുദ്ധനായ ഭർത്താവ് അവനെ വെട്ടി മുറിവേൽപ്പിച്ചു. നാട്ടിൽ നിന്നും ഓടിച്ചു. ചില യാത്രക്കാർ സഹോദരനെ എൻ്റെ അടുക്കൽ എത്തിച്ചു. ഇപ്പോൾ മനസ്സിലായില്ലേ, 6 സഹോദരന്മാരിൽ ബുദ്ധിയും സ്വഭാവ വൈശിഷ്ട്യവുമുള്ള വ്യക്തി ഞാനാണെന്ന്. എൻ്റെ കഥകൾ കേട്ട ഖലീഫ ചിരിച്ചെങ്കിലും ആ നാട്ടിൽ നിന്ന് പോകണമെന്ന് കൽപ്പിച്ചു. പല രാജ്യങ്ങളും ചുറ്റി നടന്ന് ഞാനൊടുവിൽ ഖലീഫ മരിച്ചെന്നറിഞ്ഞ് വീണ്ടും ബാഗ്ദാദിലെത്തിയതാണ്. ഞാൻ ഈ മനുഷ്യനെ സഹായിച്ചില്ലായിരുന്നെങ്കിൽ ഇയാൾ കൊല്ലപ്പെടുമായിരുന്നു. ഇയാൾ എന്നെപ്പറ്റി പറഞ്ഞതെല്ലാം അവാസ്തവമാണ്. കഥ കേട്ട ഞങ്ങൾക്ക് ക്ഷുരകൻ്റെ ബുദ്ധിശക്തിയെക്കുറിച്ച് മതിപ്പുണ്ടായി. ഞങ്ങൾ ആ ചെറുപ്പക്കാരനെ പിടിച്ച് അവിടെ ഇരുത്തി. എല്ലാവരും കൂടി ഭക്ഷണം കഴിച്ചു. വീട്ടിലെത്തിയപ്പോൾ ഭാര്യ കലശലായി പരിഭവിച്ചു. നിങ്ങൾ പകൽ മുഴുവൻ രസിച്ച് നടക്കുകയായിരുന്നില്ലേ എന്നെ കൊണ്ടുപോകാതെ? അവൾ വഴക്ക് പറഞ്ഞു. അവളെ സമാധാനിപ്പിക്കാനായി രാത്രി അവളെയും കൂട്ടി പുറത്തിറങ്ങി. അങ്ങനെയാണ് കൂനനെ കണ്ടുമുട്ടിയത്. കഷ്ടകാലത്തിന് മത്സ്യത്തിൻ്റെ മുള്ള് തൊണ്ടയിൽ തറച്ച് അയാൾ ചത്തു. പേടിച്ചരണ്ട ഞങ്ങൾ അവനെ വൈദ്യൻ്റെ വീട്ടിലെത്തിച്ചു. ഇതാണ് കഥ. കഥകൾ കേട്ട രാജാവിന് സന്തോഷമായി. കഥ പറഞ്ഞ് രസിപ്പിച്ച ക്ഷുരകനെ കൂട്ടിക്കൊണ്ടുവരുവാൻ ആളെ അയച്ചു. കൂനൻ്റെ ശവം എല്ലാവരും ചേർന്ന് മറവ് ചെയ്യാമെന്ന് തീരുമാനിച്ചു. ക്ഷുരകൻ മുമ്പിലേക്ക് ആനയിക്കപ്പെട്ടു. അയാൾ 90 കഴിഞ്ഞ വയസ്സനായിരുന്നു. താടിയും പുരികവും നരച്ചിരുന്നു. ചെറിയ ചെവികളും നീണ്ട മൂക്കുമുള്ള ആ വയസ്സനെ രാജാവിന് ഇഷ്ടമായി. എല്ലാ കഥകളും വൃദ്ധനെ പറഞ്ഞു കേൾപ്പിക്കാൻ രാജാവ് പറഞ്ഞു. ഉടനെ വൃദ്ധൻ കൂനനെ ആവരണം ചെയ്തിരുന്ന വസ്ത്രം നീക്കി. ക്ഷുരകൻ കൂനൻ്റെ മുഖത്തേക്ക് നോക്കി ഉറക്കെ ചിരിക്കുവാൻ തുടങ്ങി. രാജാവ് അത്ഭുതപ്പെട്ടു. ക്ഷുരകൻ പറഞ്ഞു, ഇവന് ജീവനുണ്ട്.
ക്ഷുരകൻ ഒരു മരുന്നെടുത്ത് കൂനൻ്റെ കഴുത്തിൽ പുരട്ടി. അവിടെ വിയർപ്പിച്ചു. തൊണ്ടയിൽ കരുവിട്ട് മീൻമുള്ള് വലിച്ചെടുത്തു. കൂനൻ ചാടി എഴുന്നേറ്റു. എല്ലാവരും അത്ഭുതപ്പെട്ടു. രാജാവിന് സന്തോഷമായി. എല്ലാവർക്കും സമ്മാനങ്ങൾ നൽകി. അദ്ദേഹം കഥകൾ പുസ്തകത്തിൽ രേഖപ്പെടുത്തി ഗ്രന്ഥാലയത്തിൽ സൂക്ഷിക്കാൻ ഏർപ്പാട് ചെയ്തു. അടുത്ത ഭാഗം നാളെ.